അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ സദസ്സിലുള്ള വേദിയിലുള്ള ഉസ്താദന്മാർ, സദസ്സിലുള്ള മുത്തഅല്ലിമീങ്ങളെ, ഈ നാട്ടിൻ്റെ മഹല്ല് നിവാസികൾ, അതുപോലെ തൊട്ടടുത്ത് എവിടൊക്കെയോ ഈ മഹല്ലത്തിനായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റി ഭാരവാഹികളെ, സുദീർഘമായൊരു പ്രസംഗത്തിന് ആവശ്യമില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ ദീൻ വേണ്ടുവോളം നിങ്ങളെ മുദരി ഉസ്താദ് ഇവിടെ പറഞ്ഞു. ഇനി അതിൻ്റെ ആവശ്യമില്ല. അതന്നെ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമുണ്ട്. കമ്മിറ്റിക്കാർ പറഞ്ഞതുകൊണ്ട് മാത്രം പറയാ. അൽഹംദുലില്ലാഹ്, ഞാൻ നിസ്കാരം കഴിഞ്ഞുടനെ ഉസ്താദിനെ കണ്ടു, ചോദിച്ചു എന്തേ. അപ്പം പറഞ്ഞു, ഞാനിവിടെ ഇങ്ങനെ വിഷയത്തേക്ക് വന്നാണ്, കമ്മിറ്റി വിഷയം. ഇനി അടുത്ത ചുവടവെപ്പിന് സുല്യയിലുള്ള സുല്യ താലൂക്കിൽ 15 മഹല്ലത്തിലുള്ള ഒരു ഖളാ ഉള്ളൊരു സ്ഥലമാണ്, എൻ്റെ ബാപ്പാൻ്റെ ഒരു സ്ഥലമാണ് നക്കില എന്നുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ അടുത്ത ചുവടവെപ്പിനും കമ്മിറ്റിക്കാരെയും സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അൽഹംദുലില്ലാഹ്, സന്തോഷമുണ്ട്. ആ ഒരു രൂപം ബാപ്പ കാണിച്ചതെന്ന് തന്നെയാണല്ലോ എന്നുള്ള രൂപമാണ് കൊണ്ടു നടക്കുന്നത്. ശേഷമുള്ള വിഷയത്തേക്ക് ഒന്നും കൂടി ഉഷാറാക്കണം. ഇത്ര നാളും ഞാനും നിങ്ങളും തങ്ങളുണ്ട് എന്നുള്ള സമാധാനത്തിൽ അനങ്ങാണ്ടിരുന്നു. ഇനി അതല്ല, അല്ലേ, ശേഷമുള്ള രൂപം. അതെ, അജിലെത്തിയാൽ എല്ലാവരും വഫാത്താകും, ഞാനും വഫാത്താകും, നിങ്ങളും വഫാത്താകും, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഞാനും നിങ്ങളും ഈ ദുന്യാവിൽ എന്തുണ്ടാക്കി എന്നുള്ളിടത്താണ് ചോദ്യമുള്ളത്. ആരടുത്ത്? സ്വന്തം നഫ്സിയായിട്ടും. മാത്രമല്ല, ഞങ്ങളൊരു മുഅ്മിനീങ്ങളായതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ മറ്റൊരു മുഅ്മിൻ വേറൊരു മുഅ്മിനെ കണ്ടാൽ സലാം പറയൽ, ദുആ ചെയ്യിപ്പിക്കലാണ് എന്നതുപോലെ ആ മുഅ്മിന് തമ്മിൽ കാണുമ്പോൾ ആ വ്യക്തിനെ കൊണ്ട് ഇവിടെ എന്ത് ഉപകാരമുണ്ടാകി എന്നുള്ളത് മറ്റൊരു വ്യക്തി ചിന്തിക്കുകയും, അതുപോലെ മറ്റൊരു വ്യക്തി ആ നേരത്തെ വ്യക്തി ഈ വ്യക്തിനെ പറ്റി ഇവരെ കൊണ്ടെന്നുണ്ടായി എന്നുള്ളൊരു ചിന്തയും, അതുപോലെ ആ രൂപമാണ് സംഘടനാ പ്രവർത്തനങ്ങളാവട്ടെ എന്തിൻ്റെ ദീനീയ എല്ലാ പുരോഗതിക്കും ഉണ്ടാകുന്നത് തമ്മിലുള്ള ചിന്തയും പ്രവർത്തനവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് 33 വർഷത്തെ ബന്ധം എന്നെയും കാട്ടി നിങ്ങൾക്കുണ്ട്. ഞാൻ ഇപ്പം വഫാത്തായതിൻ്റെ ശേഷം മുതലാണ് കൂറത്ത് സ്ഥിരമായത്. പക്ഷെ പണ്ടൊരിക്കൽ വന്നു പോയിട്ടുണ്ട് എന്നല്ലാതെ, മുമ്പ് വന്നിന് ആവശ്യങ്ങൾ വരും. പിന്നെ പഠനം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വാപ്പ നമ്മളെയും കൂട്ടി ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പറയലും ദീനീ കാര്യങ്ങളൊക്കെ കുറേ അറിയിച്ച് തന്നത്. അതിങ്ങനെയുള്ളൊരു പെട്ടെന്നുള്ളൊരു പോക്കാണെന്ന് നമ്മൾ കരുതിയില്ല. മാത്രമല്ല, നമ്മളോടും പറഞ്ഞിട്ടുണ്ട്, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ആയിരിക്കണം പ്രവർത്തനം, മരിക്കുന്നവരതിലായിരിക്കണം എല്ലാ കാര്യങ്ങളും. ദീനിയായ ഖിദ്മത്ത് അത് നിർബന്ധമാണ്. സയ്യിദന്മാരും ആലിമിനെ സംബന്ധിച്ചിടത്തോളം താജുൽ ഉലമ നമുക്ക് പറഞ്ഞതാണ്, നമ്മുടെ വാപ്പിയും അത് തന്നെ പറഞ്ഞത്. സയ്യിദന്മാരെയും ഉലമാവിനെയും, പ്രത്യേകിച്ച് സയ്യിദന്മാരുടെ, നമ്മളെപ്പറ്റി മഹത്വം പറയുന്നതല്ല, പകരം നമുക്കുണ്ടാവുന്ന ബാധ്യതകൾ, ഉലമാഇൻ്റെയും ബാധ്യതകൾ എന്താ? അതെ, ഓരോ നാടുകളിലും മഹല്ലത്തിൽ നമ്മൾ സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സുന്നത്ത് ജമാഅത്ത് അടിയുറച്ച് വിശ്വസിച്ച്, മാത്രമല്ല തഖ്വയോടുകൂടെ അന്നൽക്ക് തന്നെ ഹക്കായ രൂപത്തിൽ പ്രതിവിധിക്കണം. എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഹക്ക് തുറന്ന് പറയണം. ഒരു കമ്മിറ്റി പ്രസിഡന്റിന് വേണ്ടിയോ, അല്ലെങ്കിൽ സെക്രട്ടറിക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ, മക്കളെ തൃപ്തിപ്പെടുത്താൻ, അല്ലെങ്കിൽ അവിടെയുള്ള പ്രമാണിമാരെ അല്ലെങ്കിൽ സാധുക്കളെ തൃപ്തിപ്പെടുത്താൻ ദീൻ പറയരുത്. അങ്ങനെ ദീൻ പറഞ്ഞാൽ ആ ദീൻ നിലനിൽക്കുമോ? ഇല്ല. അല്ലാഹു അവരെ വലിച്ചെറിയുക തന്നെ ചെയ്യും, അതിന് സംശയം ഇല്ല. അതിന് തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുള്ള സംഭവ വികാസങ്ങൾ തന്നെയാണ് അതിനെല്ലാം തെളിവും. ശേഷമുണ്ടായ തെളിവും അത് തന്നെയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് പറഞ്ഞിനി കോൺസ്റ്റന്റിനോപ്പിൾ അഥവാ ഇപ്പോഴത്തെ ഇസ്താംബൂൾ അതേ ദീനിലേക്ക് വരും എന്ന് അക്കാലത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അല്ലാഹു തആല അതാ ഇസ്താംബൂൾ ദീനിലേക്ക് വരുത്തിച്ചു. അപ്പം ആ വരാനുണ്ടായ കാരണങ്ങളൊക്കെ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു വരുന്നു, റസൂല് പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ ആ യുദ്ധത്തിൽ ഞാൻ പോകാം. അനസ് റളിയല്ലാഹു അൻഹു ആണ് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമാണ്. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യുദ്ധത്തിന് പോകുമ്പോൾ കോൺസ്റ്റന്റിനോപ്പിളിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് ഞാനുമുണ്ട്. കാരണം എന്തേ, അള്ളാന്റെ റസൂല് പറഞ്ഞല്ലോ എന്ത് അവിടെ ദീൻ വരും, അത് അനക്ക് ആ പറഞ്ഞത് കൊണ്ട് അന്നിലൂടെങ്കിലും അത് അനക്ക് അതിലേക്ക് വരണം എന്നുള്ളതാണ് ചിന്ത. അപ്പം അതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനും നിങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ത്, അതെ ഞാൻ ഇവിടെ ജീവിക്കുമ്പോൾ ഞാൻ എന്തിവിടെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചു, ഇവിടെ ദീന്റെ പുരോഗതിക്ക് എന്ത് നേടി എന്നുള്ളതായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെ ചിന്തയും മാത്രമല്ല പ്രവർത്തനങ്ങളും. എന്നിരുന്നാലേ ദീൻ വളരുള്ളൂ. നമ്മളുടെ സ്വയം താല്പര്യമോ അല്ലെങ്കിൽ സ്വന്തമുണ്ടാകുന്ന ഇജ്തിഹാദല്ല ദീൻ. ദീന് നേരത്തെ ഉണ്ടൊരു ചട്ടക്കൂട്, ആ ചട്ടക്കൂടിലായിരിക്കണം ജീവിതം. നമ്മളുടെ ജീവിതം ഷാഫി മദ്ഹബ് ഇജ്മാ ഖിയാസാണ്, ഹനഫി മദ്ഹബോ ഇജ്മാ ഖിയാസ് തന്നെയാണ്. എന്നാലും അവിടെ ഹദീസാണ് എല്ലാത്തിനും തെളിവ് രൂപം. അപ്പം നമ്മൾ ഷാഫി മദ്ഹബ് വിശ്വാസികളായതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ ഇജ്മാഇനെ എന്ത് ചെയ്യണം, നമ്മൾ അംഗീകരിക്കണം. അതിനെ ചോദ്യം ചെയ്യാൻ നമ്മൾ പോകരുത്. നമ്മളെ ഷാഫി മദ്ഹബിലുണ്ടാകുന്ന ഒരു നിബന്ധനയാണത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരായ മുഹിബ്ബീങ്ങളായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ ഉസ്താദ് വന്നു ശേഷമുള്ള വിഷയത്തിക്കും നിങ്ങളൊക്കെ നല്ലവണ്ണം ഇനിയും പ്രവർത്തിക്കണം. നമ്മളുടെ മരണം വരെ, നമ്മളെ ഖിയാമത്ത് നാൾ വരെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മരണം നമ്മളെ ഖിയാമത്ത് നാൾ, അതുവരെ എന്നിലൂടെ ഏതൊക്കെ രൂപം ദീനിയായി പ്രവർത്തിക്കാൻ പറ്റുമോ ആ നിലക്ക് നിങ്ങൾ പ്രവർത്തിക്കണം. അതേ മഈശത്ത്, കുടുംബബന്ധം, കുടുംബത്തെ പോറ്റൽ, അതും ദീനിലുള്ളതാണ്, അത് ബാധ്യതയാണ്. അത് കുടുംബത്തെ നിങ്ങൾ പോറ്റിയിട്ടില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും. എന്നാൽ കുടുംബത്തെ പോറ്റാനുള്ള സമയം 24 മണിക്കൂറും ഈ കുടുംബത്തെ പോറ്റാൻ തന്നെ ഉള്ളതാണോ? എല്ലാ അല്ലാഹുവിൻ്റെ ഓർഡറുണ്ട്. ഇസ്ലാം കാര്യം 5 അല്ലേ, ആ 5 ഞങ്ങൾക്ക് നിർബന്ധം തന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കുറച്ച് സമയം കുടുംബത്തെയും ബാക്കി ദീന്റെ വിഷയത്തുക്കാണ്. കൈയുള്ളവൻ സക്കാത്ത് കൊടുക്കല്, കൈയുള്ളവൻ ഹജ്ജ് ചെയ്യൽ. അതിൽ നിന്ന് മനസ്സിലായി അതെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുടുംബം പോറ്റാൻ ജോലിക്കും പോകണം, എൻ്റെ ശേഷമുള്ള സമ്പത്തുണ്ടാക്കിയിട്ട് അതെ ബാക്കി മിച്ചമുള്ളത് എന്തിനു വെക്കണം, ദീനിയായ ഖിദ്മത്തുക്ക്. ആ ദീനിയായ ഖിദ്മത്താണ് സക്കാത്ത് കൊടുക്കൽ, സ്വതക്ക ചെയ്യൽ, ഹദിയ ചെയ്യൽ. ബാക്കിയോ അതെ ഹജ്ജ് ചെയ്യൽ. അതോടുകൂടി നമ്മളെ ദീന് പൂർത്തിയായി. അപ്പം നമുക്ക് കണക്കാക്കിയ വയസ്സ് 63 വയസ്സ്. ശേഷം ബാപ്പാൻ്റെ എപ്പം ദ്വാലുണ്ടാകുന്നുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞു. 63 പ്ലസ് ബോണസാണ്. അത് തന്നെയാണ് ബാപ്പാൻ്റെ കയ്യിൽ കണ്ടത്. 63 വയസ്സ്, 64 വയസ്സിൽ വഫാത്തായും ചെയ്തു. മുഹറം 1 ആയിട്ടില്ല, അന്ന് തന്നെതാ. അപ്പോൾ പറയുമ്പോൾ നമ്മൾ ഉള്ളിൽ നീറുന്ന പ്രശ്നമൊന്നുമില്ല എന്നുള്ളതല്ല, പക്ഷേ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളും ആ രൂപമാണല്ലോ. അള്ളാന്റെ റസൂൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹുബ്ബ് വെച്ചതിൻ്റെ എല്ലാ കോണവും അതാ വഫാത്തിനും കാണിച്ചു കൊടുക്കുന്നു. 63 ശേഷമില്ല.
ആ 63 വയസ്സിൽ ബാപ്പാൻ്റെ എല്ലാ ദുആയിലും നിങ്ങളെല്ലാം കേട്ടതാണ്. നമ്മൾ ദീനിയായി തക്കുവ ആ രൂപത്തിലൊക്കെ ചെയ്യണം. അതേ ഒരുവിധം വേണ്ടുവോളം ചെയ്തു. സ്വന്തം മാത്രം കരുതിയോ? ഇല്ല. നമ്മളെയും കേട്ടി നിങ്ങളെ സ്നേഹിച്ച നമ്മളെ ബാപ്പ. ഒരു ഉലമാഇന്റെ സയ്യിദിന്റെ കടമ സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുക, ആ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അപ്പോൾ അല്ലാഹു തആല അതെ ഉള്ളിലുണ്ടാകുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലാഹു തആല ഉയർത്തുക തന്നെ ചെയ്യും. ആ രൂപമായപ്പോൾ നിങ്ങളിലേക്ക് എല്ലാ രൂപത്തിൽ രംഗത്ത് വന്ന് അന്നൽക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുത്തപ്പോൾ അല്ലാഹു കൊടുത്തു അവിടുത്തെ ഉയർച്ച. ജീവിതത്തിലുണ്ടായ തഖ്വ അവിടുന്ന് ഉയർന്നു. അത് ഹയാത്തും നൽകി, വഫാത്തിലും നൽകി, ശേഷം അതാ നൽകിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു അവിടുത്തെ മദദ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് കമ്മിറ്റി ഭാരവാഹികളോട്, മഹല്ല് നിവാസികളോട് പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് ശേഷമുള്ളത് ഇതിനും കാട്ടി ഉഷാറായി പ്രവർത്തിക്കണം, നല്ലവണ്ണം പ്രവർത്തിക്കണം. അതേ നിങ്ങൾക്ക് ദീനിനോട് താല്പര്യമില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്കെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നാൽ അറിയിക്കുക. ആരോട്? വേണ്ടപ്പെട്ടവരോട്. ഇല്ലേ അതിൽ നിന്ന് മാറി നിൽക്കുക. അതാണ് ബുദ്ധിയുള്ളവൻ ചെയ്യേണ്ടത്. ബുദ്ധിയുള്ളവൻ ചെയ്യേണ്ടത് അതാണ്. ചോറയിച്ച ബുദ്ധി എന്ന് പറയും, അതുള്ളവൻ ചെയ്യേണ്ടത്. അതേ മഹല്ലത്തിന് ആ വിഷയത്തിൽ യോജിപ്പില്ലേ എന്നാൽ മാറി നിന്നതിൻ്റെ ശേഷം പുറത്തുനിന്ന് നിങ്ങൾ നല്ല റാഹത്തിൽ അതേ മഹല്ലത്തിന് വേണ്ടി നല്ല മട്ടത്തിൽ പ്രവർത്തിക്കുക. അല്ലാതെ കമ്മിറ്റിയിൽ കയറി ചേറി നിന്ന് നിങ്ങളുടെ ഭാഷയിൽ ഗറാട്ടയും അത് ബൊബ്ബിടലും എന്ന് ചെയ്യുന്ന രൂപം ഉണ്ടാവരുത്. അത് നാശം തങ്ങൾക്കോ മൊയിലാർക്കോ കാലിക്കോ കുത്തുബിനോ അല്ല. പിന്നെയോ സ്വന്തമാകുന്ന വ്യക്തികളുടെ മക്കൾക്ക്, വ്യക്തിക്ക്, കുടുംബത്തിന് അള്ളാഹു നശിപ്പിക്കും. കാരണം ഞങ്ങളോടുള്ള കളി ദീനിനോടാണ്. അള്ളാഹു ആദ്യം തന്നെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചില്ലേ, അതേ അംബിയാ മുർസലീങ്ങളുടെ അള്ളാഹു തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. ഖുർആൻ ഷരീഫിൽ അതേ അതിഭൂരിഭാഗവും ഉള്ളത് കഴിഞ്ഞു പോയ കാലങ്ങളുള്ള ചരിത്രം തന്നെയാണ്. ആ ചരിത്രം പറഞ്ഞൊരു കൊല്ലബി തങ്ങളെ പറഞ്ഞു കൊടുക്കണം, അങ്ങയുടെ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണം. ഇന്ന സമൂഹത്തിന് ഇന്നത് കിട്ടിയിട്ടുണ്ട്, ഇന്ന സമൂഹത്തിന് ഇന്നത് കിട്ടിയിട്ടുണ്ട്, ഇന്ന സമൂഹത്തിന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ രൂപത്തിലായിരിക്കും എന്നുള്ള എല്ലാ നിലക്കുള്ള ശിക്ഷയുണ്ടാവുക. അതുകൊണ്ട് നബി തങ്ങളെ അങ്ങയുടെ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണം, തഖ്വയോടെ ജീവിക്കണം എന്ന കഥ അതേ ഫാത്തിഹ മുതൽ നാസ് വരെ 6666 ആയത്തില്ലേ, ഈ ആയത്തിലെല്ലാം അധികവും പറയുന്നത് അതേ അംബിയാ മുർസലീങ്ങളുടെ ചരിത്രം. എന്നിട്ടോ മാത്രമല്ല, അതേ നിങ്ങൾ അന്നലക്ക് ജീവിച്ച് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന റിസൾട്ടുകൾ അതൊക്കെയാണ് ഖുർആൻ ഷരീഫിൽ പറയുന്നത്. എന്നിട്ടോ അതേ റഹ്മത്തുൽ ലിൽ ആലമീൻ റാഹത്തുൽ ലിൽ ആശിഖീൻ സയ്യിദുൽ സഖലൈൻ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഓ എൻ്റെ റബ്ബേ, അതേ മൂസാ നബി അലൈഹിസ്സലാമിനെ ആ ഖൗമിനെ ശിക്ഷിച്ച മാതിരി വള്ളപ്പൊക്കം ആ രൂപത്തിൽ ശിക്ഷിക്കരുത്. സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ ആ ഖൗമിനെ ശിക്ഷിച്ച മാതിരി ശിക്ഷിക്കരുത്. ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ അങ്ങനെ അംബിയാ മുർസലീങ്ങളോട് ഓരോ ചരിത്രം എടുത്ത് ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ മറുപടി, ഓ എൻ്റെ ഹബീബേ, നിങ്ങളുടെ ഉമ്മത്ത് ഈ പറഞ്ഞതിനെതിരെ അധികം കളിച്ചാൽ ഞാൻ ശിക്ഷിക്കും. അപ്പോൾ നിങ്ങളുടെ ഉമ്മത്തോ എന്ന് ഞാൻ നോക്കൂല, ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും, ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഉണക്കിൻ്റെ മുകളിൽ പച്ചയും കത്തും. എന്നേരം ഞാൻ അതേ ഉമ്മത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണോ, അല്ലെങ്കിൽ അവരെ ഹുബ്ബ് വെച്ച മുഹിബാണോ, അല്ലെങ്കിൽ അവിടുത്തെ ഇൽമു പഠിച്ച ആലിമാണോ, അല്ലെങ്കിൽ അവിടുത്തെ പേരക്കുട്ടിയായ സയ്യിദാണോ എന്ന് ഞാൻ നോക്കൂല. എൻ്റെ ഖളബളകിയാൽ
അതേ എല്ലാ നൽകുള്ള ശിക്ഷ ഞാൻ നൽകുക തന്നെ ചെയ്യും, അതിന് യാതൊരു സംശയവും ഇല്ല. അതേ ഹബീബായത് കൊണ്ടല്ലേ ഉമ്മത്തിന് വേണ്ടി ചോദിച്ചത്, ഹബീബായത് കൊണ്ടല്ലേ ഉമ്മത്തിന് വേണ്ടി ചോദിച്ചത്. ഹബീബിൻ്റെ മനസ്സല്ലാത്ത നമ്മളാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ വളരെ ശ്രദ്ധിക്കണം, ദീനിലധിഷ്ഠിതമായി ജീവിക്കണം. ടെക്നോളജി വർദ്ധിക്കുമ്പോൾ, അതേ കാലത്ത് മാറുമ്പോൾ കോലം കെട്ടരുത്. ഇപ്പോഴുള്ളൊരു വർത്താനമാണ്, എന്താണ് കാലം അങ്ങനെയല്ലേ, ഇപ്പോഴത്തെ പുതിയ കാലമല്ലേ, ആധുനിക കാലമല്ലേ. ആധുനിക കാലം എല്ലാ ഞങ്ങളുടെയും നിങ്ങളുടെയും ജീവിതം ഇപ്പോൾ പഴയ കാലത്തിലേക്ക് പോവുകയാണ്. ആധുനിക കാലഘട്ടം ആരുടേതാണ്? അതേ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയാണ് ആധുനിക കാലഘട്ടം. അത് എങ്ങനെ എന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കണം. പഴയ ജഹലിയായ കാലഘട്ടത്തിൽ അബൂജഹൽ, അബൂ ത്വാലിബ്, അബൂ മുത്തലിബ് അടങ്ങുന്ന വലിയ വലിയ നേതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അതേ ദീനില്ലാത്തൊരു കാലഘട്ടം, ബിംബാരതരം, വ്യഭിചാരം, അതുപോലെ തന്നെ ആണ് തമ്മിലുള്ള വ്യഭിചാരം, പെണ്ണിലുള്ള അങ്ങനെയുള്ള വ്യഭിചാരങ്ങൾ ഏതൊക്കെ ദുൽമുണ്ടോ ആ കാലഘട്ടത്തിലാണ് ആരുടെ ജനനം? റഹ്മത്തുല്ലിൽ ആലമീൻ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം. ആ സമയത്താണ് ലാത്ത ഉസ്സ അടങ്ങുന്ന ഒരുപാട് ബിംബങ്ങൾ കഅബയുടെ ഉള്ളിൽ നിന്ന് തലകുത്തി മറിഞ്ഞില്ലേ, കിസ്റ കൈസറ പൊട്ടി വളർന്നില്ലേ. അതെന്തേ? അവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്, അതേ പുതിയൊരു സംരംഭം, പുതിയൊരു വിഷയം ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത്, പുതിയൊരു ദീൻ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നൊക്കെ വന്ന് അങ്ങനെയൊക്കെ വന്നതിൻ്റെ ശേഷം ആ ജീവിത രീതിയും നബുവത്തും കിട്ടിയപ്പോൾ അതാ വരുന്നു, എന്ത് പറ്റൂല? കള്ള് പറ്റൂല, പിന്നെയോ 4 ഭാര്യമാരെ പറ്റുള്ളൂ, നിക്കാഹ് കല്യാണം കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെ 5 വക്ത് നിസ്കാരം നിർബന്ധം. അതുപോലെ 5 വക്ത് നിസ്കാരം വരുന്നതിനൊക്കെ ഒരുപാട് കണക്ക് നിങ്ങൾക്കറിയില്ലേ? അതേ 5 വക്ത് നിസ്കാരം മുമ്പുള്ള നബിമാരുടെ ഓരോ നിസ്കാരം എടുത്തു തന്നതാണ്. അങ്ങനെയുള്ള ചരിത്രങ്ങൾ, അങ്ങനെയുള്ള വിധികൾ, അങ്ങനെ ഒരുപാട് വിധികൾ ഇവിടെ വിധിക്കുന്നു. അപ്പോൾ എന്തേ ഞാൻ പറഞ്ഞത് ആധുനികയും അതാണോ ആധുനിക, അല്ലെങ്കിൽ കാലഘട്ടമാണോ ആധുനിക എന്ന് മനസ്സിലാക്കണം. വ്യഭിചരിക്കുമ്പോൾ വ്യഭിചാരം പാടില്ല, അല്ലെങ്കിൽ കല്യാണം പാടില്ല എന്നുള്ളതെല്ലാം ഒഴിവാക്കി പുതിയ ഒന്ന് കൊണ്ടുവരാണ് അവിടെ. ഇങ്ങനെ 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 ചട്ടക്കുള്ളിൽ ജീവിക്കണം എന്നുള്ളത്. അപ്പം അതല്ലേ ആധുനികത? അല്ലേ ആധുനികത എന്ന് പറഞ്ഞാൽ പുതിയ ഒന്നും ഉണ്ടാവാന്നാ. ഇപ്പൊ ശരിക്കും പുതിയതാണ് ഉണ്ടാകുന്നത്. വ്യഭിചാരം ആഖിർ സമാന്റെ കാലമാകുമ്പോൾ വ്യഭിചാരം അധികരിക്കും. അപ്പൊ വ്യഭിചാരം ഇപ്പൊ വന്നതാണോ? അല്ല, പഴയ കാലഘട്ടത്തിലേക്ക് അതാ വീണ്ടും തിരിച്ചു പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പുള്ള കാലഘട്ടം എങ്ങനെയാണോ അതിലേക്ക് തിരിക്കുകയാണ്. ആണ് പെണ്ണ്, ആണ് അങ്ങനെയുള്ള ഒരുപാട് വ്യഭിചാരങ്ങൾ. അപ്പം മനസ്സിലാക്കേണ്ടത് ആധുനിക കാലഘട്ടമല്ലേ, പുതിയ മക്കളല്ലേ, അതുകൊണ്ട് അവരോട് എങ്ങനെയാണ് ദീൻ പറയാൻ? അവരോടാ നല്ലോണം പറയേണ്ടത്. ആദ്യം പറയേണ്ട അവരോടാണ്. അതുകൊണ്ട് കാലഘട്ടത്തിന് ദീന് മാറ്റമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി പറയും അക്മൽതു ദീനിക്കും, ഇവിടെ ദീൻ പൂർത്തിയായി, ദീൻ പൂർത്തിയായി എന്ന് ഇവിടെ പറയോ? അങ്ങനെയാണെങ്കിൽ ഇനിയും വരാനുണ്ട് എന്നല്ല മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ദീൻ പൂർത്തിയായി, ഇനിയോ ശേഷമുള്ള വിഷയത്തിനോടനുബന്ധിച്ച് ഞങ്ങൾ ജീവിക്കലാണ് ഞങ്ങളുടെ ബാധ്യത. ടെക്നോളജി വരും,
അടുത്ത ടെക്നോളജിയും വർദ്ധിക്കും. ഇപ്പം മൊബൈൽ നമ്മളിങ്ങനെ നേർക്ക് നോക്കുകയാണെങ്കിൽ ഇനി മൊബൈൽ കൈമുണ്ടാണെന്നില്ല, കണ്ണോട് നോക്കിയാൽ തന്നെ ഫ്രണ്ടിലേക്ക് അങ്ങനെയും വന്നെന്ന് കേട്ടിട്ടുണ്ട്. അല്ലാഹു അലം, അറിയില്ല. അപ്പോൾ നമ്മളുണ്ടാകുന്ന നിലപാടെന്താണ്? അതെ, കാലഘട്ടം മാറി കോലം കെട്ടിക്കോന്ന അല്ല, മറിച്ച് അതിൻ്റെ ഹുക്കും ഏതാണോ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരോട് ചോദിക്കാം, എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാം. എന്നല്ലാതെ കാലം മാറുന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾ കോലം കെട്ടരുത്. സഹോദരി സഹോദരന്മാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് സഹോദരിമാരോടാണ്. ഇപ്പം തുടങ്ങിയൊരു ട്രെൻഡ് എന്ന് തന്നെ പറയാം. ട്രെൻഡ് തന്നെ ആണല്ലോ. വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വിടൽ ഉള്ള വാട്സപ്പായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്തെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് എല്ലാത്തിൻ്റെയും ഷെയ്ഖ്. അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണെങ്കിൽ ഇവരും തന്നെ തൊട്ടപ്പുറത്തുള്ള ഹദീസ് മൊത്തം ഷെയർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ ചങ്ങായി ആ ഹദീസ് കേട്ടിനോ അതിൻ്റെ 5-6 ഫോൺ ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരവസ്ഥ. സ്ത്രീകളെ, നിങ്ങൾക്ക് തോന്നിയ പോലെ കളിച്ചോ, ഒരു എതിർപ്പുമില്ല, ഒരു എതിർപ്പുമില്ല നമുക്ക്. പക്ഷേ തന്ന സമ്പത്തും തന്ന ശരീരത്തിനുള്ള ആ ചോരത്തെളുപ്പും അത് റബ്ബാണ് എന്നുള്ള ബോധം നിങ്ങൾക്കും വേണം, എനക്കും വേണം, കേൾക്കുന്ന എല്ലാവർക്കും അത് വേണം. എന്നാലോ അതേ ചെയ്യുന്ന തെറ്റെടുത്ത് കുറച്ചൊരു മാറ്റമുണ്ടാകും. അതല്ല, അതേ ടെക്നോളജിയാണ് എല്ലാത്തിൻ്റെയും ഉപജ്ഞാതാവ് എന്ന് മനസ്സിലാക്കിയാൽ തോന്നിയതുപോലെ കളിച്ചോളി, ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് തന്നെ സഹോദരി സഹോദരന്മാരോട് നിങ്ങൾ ഫോട്ടോവും വീഡിയോ എല്ലാം എടുത്ത് പൈസ ഉണ്ടാക്കുന്ന രൂപം ഹറാമ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഹറാമ് കള്ളു കുടിക്കൽ ഹറാം എല്ലാവർക്കും അറിയാം. കള്ളു മൊത്തത്തിൽ മുത്തലക്കാൻ ഹറാം ആരും ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മളറിയാതെ കാര്യങ്ങൾ ഹറാമ് വരിക തന്നെ. സമ്പത്തിൻ്റെ ശുദ്ധി ഇപ്പോൾ ഉണ്ടാകുന്നതാണ്. ചെയിൻ ബിസിനസ്സൊക്കെ സാമ്പത്തിക ശുദ്ധി അത് ഹറാമിലാണ്. അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക. ഉദാഹരണം, ഒരു വാടക വണ്ടി ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ വ്യക്തിയോ ഇയാൾ 12,000 രൂപയ്ക്ക് ആയിരിക്കും ഇത് ശേഷം. അപ്പോൾ ഇയാൾ ഉടമ്പടി ആദ്യം തന്നെ എന്തായിരിക്കും? നിങ്ങൾ മാത്രം ഉള്ളതാണ്, നിങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക. ഉദാഹരണം, ആ രൂപത്തിലുള്ള ഉപയോഗം. ഏത്? പൈസ അടുത്ത വാങ്ങിക്കാതുള്ള രൂപ ഉടമ്പടി. എന്നിട്ടോ ശേഷം ഇവനതാ പോയി ഇതെടുത്തിട്ട് മറച്ചു വെക്കുന്നു. എന്നിട്ട് അയിമെന്ന് പൈസ ഉണ്ടാക്കാം. തനിച്ച ഹറാമല്ലേ? പൈസ സംഗതി ചോദിക്കുമ്പോൾ എന്താ, എനക്കോൻ തന്നിനല്ലോ, അതുകൊണ്ട് എനക്കെന്തും ചെയ്യാലോ. അങ്ങനെയല്ല, അല്ലാഹുവിൻ്റെ ദീൻ അത് പറയുന്നില്ല. അത് നേരത്തെ പറഞ്ഞറിയിക്കണം അങ്ങനെയാണെങ്കിൽ. അപ്പൊ നമ്മൾ അറിയാണ്ട് സാമ്പത്തിക ഹറാമ് തിന്നുന്നു. അതാണ് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. ഹറാമ് തിന്നുന്നതിനെ പറ്റി ചോദിക്കണം. അതെ, ശുബ്ഹത്ത് ഭക്ഷണം കഴിക്കുന്നതിന് ചോദിക്കണം. അപ്പൊ ശുബ്ഹത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? ദുആ സ്വീകരിക്കൂല എന്നൊക്കെ ഹദീസ് റിപ്പോർട്ടുണ്ട്. അപ്പൊ ഞാനും നിങ്ങളെവിടെയാണ് ദുആ എന്ന് ഇവിടെ സ്വീകരിക്കാൻ? ശുബ്ഹത്തല്ലേ കഴിക്കുന്നത്? ഞാനായാലും നിങ്ങളായാലും ശുബ്ഹത്ത് തന്നെയല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വളരെ ശ്രദ്ധിച്ചു വേണം ജീവിക്കാൻ. ഇല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ കഠിനമായ ശിക്ഷക്ക് ഞാൻ ദുനിയാവിലും നമ്മൾ വിധേയമാകണം, ആഖിറത്തിലും വിധേയമാകണം. അല്ലാഹു തആല അതിനെ തൊട്ട് കാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നമ്മളെ ബാപ്പാൻ്റെ മദതും താജുൽ ഉലമ മദതും അല്ലാഹു നൽകട്ടെ. അവരെല്ലാം കാണിച്ച ദീൻ സുന്നത്തുർ റസൂലുള്ളാഹി വ ജമാഅത്തിസ് സ്വഹാബ, അഹ്ലുസുന്ന വൽ ജമാഅത്ത് അടിയുറച്ച് വിശ്വസിച്ച് റസൂലാകുന്ന സ്വഹാബികളാകുന്ന സുന്നത്ത് അവർ ചെയ്ത ആ സുന്നത്തുകളൊക്കെ ചെയ്ത് അന്നൽക്ക് തഖ്വയുണ്ടാക്കി അല്ലാഹു തആലയിലേക്ക് ഏതിച്ച് മടങ്ങി ജീവിക്കാൻ അനക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.